ജൂൺ മാസമാണല്ലോ. അപ്പം കുട്ടികളും രക്ഷിതാക്കളും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പം അറിഞ്ഞിരിക്കേണ്ട മിതമായിട്ടുള്ള ഹെൽത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ബേസിക് ഇൻഫർമേഷനാണ്. നമ്പർ 1 എന്നുള്ളത് നമ്മുടെ സാധാരണഗതിയിൽ ഇപ്പം സ്കൂൾ തുറന്നു, പഠനം തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾ 2 തരം ഇഷ്യൂസാണ് നമുക്ക് കുട്ടികൾക്കും ടീച്ചേഴ്സിനും അറിയാമെങ്കിൽ നമുക്ക് കുട്ടികളിൽ നിന്ന് ഈ നോർമലായിട്ടുള്ള സ്കൂളിൽ വരുമ്പം ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന അസുഖങ്ങൾ. ഒന്ന്, ഈ കുട്ടികളെ എസ്പെഷ്യലി ഒരു 4 തൊട്ട് 12, 15 വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പം അല്ലെങ്കിൽ കുട്ടികളെ കാണുമ്പം ഉള്ള വ്യത്യാസം, അവർ നിൽക്കുന്ന രീതി, നടക്കുന്ന രീതി, പലപ്പോഴും ചില അസുഖങ്ങൾ എല്ലാ സിംറ്റംസും അസുഖമാണെന്ന് പറയണമെന്നില്ല. ചില സമയത്ത് കുട്ടികളിൽ കാണുന്ന ചില രീതികൾ, അവരുടെ നടപ്പിലും ഇരിപ്പിലുമുള്ള രീതി കൊണ്ട് ചില അസുഖങ്ങൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഈ രീതിയിലുള്ള അസുഖങ്ങൾക്ക് വേദന ഒരു കാരണമാകില്ല. അപ്പം നമ്മൾ പലപ്പോഴും വേദന ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയെ ഒരു അസുഖം അല്ലെങ്കിൽ ആ കുട്ടിയെ ഇതിനെപ്പറ്റി പറയുള്ളൂ. പക്ഷെ നമുക്ക് കുട്ടിയെ കാണുമ്പോഴത്തേക്കും ഒരു വ്യത്യാസം, അതായത് എസ്പെഷ്യലി ഇരിക്കുമ്പം ഒരു സൈഡിലോട്ട് വളഞ്ഞിരിക്കുക, അല്ലെങ്കിൽ നടക്കുമ്പം ഒരു തോള് പൊങ്ങി നിൽക്കുക, അല്ലെങ്കിൽ നടക്കുമ്പം കാലേന്തി നടക്കുക, ചിലപ്പം ആ കുട്ടിക്ക് 2 തരം അസുഖങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിലൊന്നെന്നുള്ളത് സ്കോളിയോസിസ് അല്ലെങ്കിൽ നടുവിലുള്ള വളവ് എന്നുള്ളതാണ്. 2, ഇടുപ്പിലോ കാലിലോ ഉള്ള നീളക്കുറവും അതിൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും. അപ്പോൾ ഈ രീതിയിലുള്ള അസുഖങ്ങൾക്ക് വേദന ഒരു പരിഹാരമല്ല. അപ്പം നമ്മൾ അങ്ങനെ ഒരു കുട്ടിയെ എസ്പെഷ്യലി രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയെ ഒരു മിതമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ സാധാരണമായി ചെയ്യേണ്ടത് ആ കുട്ടിയെ ഒന്ന് കുനിച്ച് നിർത്തി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ മുതുകിൽ എന്നിട്ട് കൈയൊന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും രീതിയിലൊരു മുഴ പോലെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാരിയലിൽ തമ്മിൽ ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചിലപ്പം സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം കാണാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു രീതി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു സ്പൈൻ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് സ്പൈൻ സ്പെഷ്യലിനെ കാണിച്ചിരിക്കണം. കാരണം അങ്ങനെ ഒരു രീതി, അങ്ങനെ ഒരു സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടെങ്കിൽ ഈ കുട്ടിക്ക് പലപ്പോഴും നേരത്തെ ഒരു ബ്രേസിങ് ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ട് പോയിട്ടുള്ള സർജറി പോലുള്ള അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. നമ്പർ 1. നമ്പർ 2, ഈ കുട്ടി ഇരിക്കുമ്പോൾ വളരെയധികം മുമ്പോട്ട് കൂനിയിരിക്കുക, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ കൂനിയിരിക്കുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ കൂനി നടക്കുക, ഇങ്ങനൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ചിലപ്പം കൈഫോസിസ് അല്ലെങ്കിൽ ഷുറുമൻസ് കൈഫോസിസ്, അങ്ങനെ പല രീതിയിലുള്ള ഈ മുമ്പോട്ട് കൂടുന്ന അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതും ഈ രീതിയിൽ പറഞ്ഞ പോലെ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേസിങ് അല്ലെങ്കിൽ എക്സസൈസ് കൊണ്ട് നിവർത്താൻ സാധിക്കും. ഈ രീതിയിലുള്ള അസുഖങ്ങൾക്ക് ഒരിക്കലും വേദന ഒരിക്കലും വരില്ല. അപ്പം നമ്മൾ പലപ്പോഴും എന്നോട് രോഗികൾ പറയാറുള്ളൂ, ഡോക്ടർ ഞങ്ങൾക്ക് നേരത്തെ കണ്ടിരുന്നു, പക്ഷേ അവനോ വേദനയൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാനൊന്നും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. ഇതെപ്പോഴും മനസ്സിലാക്കുക, ഈ ഒരു കാര്യം എപ്പോഴും നമുക്ക് വേദന കാണത്തില്ല. 2, കുട്ടി നടക്കുമ്പം കാല് വളരെ ഏന്തി നടക്കുക അല്ലെങ്കിൽ നീളക്കുറവ് തോന്നുക, ഇതിൽ ചിലപ്പം കാലിലുള്ള ഹിപ്പിൻ്റെ അസുഖത്തിൻ്റെയോ അല്ലെങ്കിൽ മുട്ടിൻ്റെ വളവിൻ്റെയോ കാരണം കൊണ്ട് വരാം. അതുണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ഇത് അസിമെട്രിക്, ഒരു കാല് മാത്രമായിട്ടൊഴിക്കുക, 2 കാലിലും വരാതിരിക്കുക, അതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ വൈദ്യസഹായം തേടണം. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്, ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ചാൽ ഈ ഒരു വളരുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ടൈമിൽ നമുക്ക് പലപ്പോഴും മേജർ ഒരു രീതിയിൽ ചികിത്സിക്കാൻ ഒരു സർജിക്കൽ ചികിത്സ വേണ്ടാതെ വരാൻ നമുക്ക് സാധിക്കും. ഇനിയും വേദന കൊണ്ടുള്ള അസുഖങ്ങൾ, ഇപ്പം രണ്ടാമതായിട്ട് വരിക എന്നുള്ളത് വേദന പറയുക എന്നുള്ളതാണ്. ഇതിൽ മുഖ്യമായിട്ടും ഉള്ളത്, നമുക്ക് കുട്ടി വളരെ ഇരുന്ന് കഴിഞ്ഞിട്ട് നടുവേദന വരിക, അല്ലെ സാറേ പഠിക്കാനിരിക്കുമ്പോൾ നടുവേദന വരിക, അല്ലെങ്കിൽ അധികം നേരം കുനിഞ്ഞിരുന്ന് വായിക്കുകയോ അല്ലെങ്കിൽ TV കാണുകയോ ചെയ്യുമ്പോൾ വേദന വരിക എന്നുള്ളതാണ്. എല്ലാ കുട്ടികളുടെ വേദനയ്ക്കും കാരണം അസുഖം എന്നുള്ളതല്ല. ഭൂരിപക്ഷം വേദനയുടെ കാരണവും പോസ്റ്റുറൽ ബാക്ക് ഏക്കാണ്. അതായത് അപ്പോൾ നമ്മൾ സാധാരണമായിട്ട് ഇത് കേൾക്കുമ്പോൾ വിചാരിക്കുക എന്നുള്ളത്, പോസ്റ്റുറൽ ബാക്ക് ഏക്കിൻ്റെ അർത്ഥം അബ്നോർമൽ പോസ്ചർ എന്നാണെന്നാണ്. ഇത് അബ്നോർമൽ പോസ്ചർ കൊണ്ടുവരുന്നൊരു ഇതല്ല, ഒരു വേദനയല്ല. പക്ഷേ അബ്നോർമൽ അല്ലെങ്കിൽ ഡിസ്ഫങ്ഷണൽ പോസ്റ്റുറൽ മസിൽസ് കൊണ്ടുവരുന്ന വേദനയാണ്.
അപ്പം അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും അല്ലെങ്കിൽ എങ്ങനെ ഒഴിവാക്കും എന്നുള്ളതാണ്. അതിന് 2 കാര്യങ്ങൾ. ഒന്ന്, ഇരിക്കുന്ന പോസ്ചറിൻ്റെ ശാസ്ത്രീയമായ രീതി. 2, ഈ പോസ്ചറൽ മസിലുകൾക്കുള്ള ബലക്ഷയം വ്യായാമം ചെയ്ത് ശരിയാക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പരിഹാരം മരുന്നല്ല. പലപ്പോഴും ഇതിനൊക്കെ ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞാൽ എക്സ്റേ സ്കാൻ എല്ലാം നോർമലായിരിക്കും. അപ്പം നമ്മൾ സാധാരണ കുട്ടി വേദന വരുമ്പോഴത്തേക്കും രക്ഷിതാക്കൾ ചിന്തിക്കുക, അയ്യോ ഡോക്ടറെ കൊണ്ട് കാണിച്ച ഉടനെ എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ എടുക്കണം. അങ്ങനെയല്ല. ഇതിൻ്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി, ഒരു ചോദ്യം ചോദിച്ച് ഒരു ലഘുവായുള്ള പരിശോധന നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഇത് അറിയാൻ സാധിക്കും. ഇതെങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? ഏറ്റവും മുഖ്യമായിട്ടുള്ളത് ഇരിപ്പിൻ്റെ രീതിയാണ്. അപ്പോൾ ഇരിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 അടുത്താണ് കുട്ടി അധികം ഇരിക്കുന്നത്. 1 സ്കൂളിൽ, 2 വീട്ടിൽ. ഇതിൽ സ്കൂളിലെ ഇരിപ്പ് പലപ്പോഴും നമുക്ക് ബെഞ്ചും ഡെസ്കും ആണ് ഇപ്പം ആധുനിക സ്കൂളുകളിൽ ചെയറും ടേബിളുമായിട്ട് മാറുന്നുണ്ട്. എന്നിരുന്നാലും മെജോറിറ്റി ഡെസ്കും ബെഞ്ചും ആയിരിക്കും. 2 വീട്ടിൽ പഠനമുറിയിൽ ഇരിക്കുന്ന രീതി. അപ്പം ഇതിൽ ഈ സ്കൂളിൽ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കെപ്പോഴും ഈ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് ഡെസ്കും സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് സ്റ്റൂളുമാണ് വരിക. നമുക്കറിയാം ഇന്ന് കുട്ടികളിൽ വളരെ ഉയരം കൂടിയവരുമുണ്ട്, ഉയരം കുറഞ്ഞവരുമുണ്ട്. അപ്പം ഇവരുടെ ഓരോരോ രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ബെഞ്ചും ഡെസ്ക് സ്കൂളിൽ കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇരിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ കുട്ടിയുടെ ഇരിപ്പിനെ കറക്റ്റായിട്ട് ഇരിക്കാൻ ശീലിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൽ നമ്മളെപ്പോഴും വിചാരിക്കുക നമുക്ക് ബാക്കിൽ സപ്പോർട്ട് വേണം. ഇപ്പോൾ ഈ ചെയറിനുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഇരിക്കാൻ നേരെയുള്ളൂ. അത് തീർച്ചയായിട്ടും തെറ്റായൊരു രീതിയാണ്. നമ്മൾ ഇരിക്കുമ്പം നമ്മൾ സ്വന്തമായിട്ട് നേരെ ഇരിക്കണം. ഇത് മുതിർന്നവർ സാധാരണ ചോദിക്കുന്നത്, സാർ എനിക്ക് ഓഫീസ് സ്ഥലത്ത് കാണുന്ന എൻ്റെ ഡെസ്കിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എനിക്ക് ബാക്ക് സപ്പോർട്ട് ചെയറുണ്ട്, അതിൽ ഇരിക്കുമ്പം എൻ്റെ വേദന മാറുമോ? ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം ചെയർ ബാക്കിലിരിക്കും, നമ്മൾ കൂടിയിരിക്കും. ആ ചെയറിൻ്റെ ഒരു ഫലവും നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പം നടുവ് നിവർന്ന് മുതുക് നേരെ, കൈ സപ്പോർട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ആ നേരെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൻ്റെ ആർച്ച് കറക്റ്റായിരിക്കും. ആ രീതിയിൽ നമ്മൾ കുട്ടിയെ ഇരുത്തി നമ്മൾ മുതിർന്നവരും ഇരുന്ന് പരിശീലിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ ചെയറിൻ്റെ ആവശ്യം വരുന്നില്ല. മാത്രമല്ല സ്കൂളിൽ ബെഞ്ചിൽ ഡെസ്ക് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് സപ്പോർട്ടില്ലാതെ ഇരിക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് ടേബിളിൻ്റെ ഹൈറ്റ് വളരെ ഉയരെയരുത്, വളരെ താഴെയുമായിട്ട് വരരുത്. നമുക്ക് കംഫർട്ടബിളായിട്ട് കൈമുട്ട് ഒരു 90 ഡിഗ്രി അല്ലെങ്കിൽ 80 ഡിഗ്രി ഇത് ഇരുന്ന് നമുക്ക് എഴുതാൻ സാധിക്കണം. കാരണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ തോളിൻ്റെ പേശികൾ റിലാക്സ് ആയിരിക്കത്തുള്ളൂ. അതിങ്ങനെ അധികം ഉയർന്നു ഇരിക്കരുത്, അധികം താഴ്ന്നു ഇരിക്കരുത്. അപ്പം ഇതിലുള്ള വ്യത്യസ്തത എന്നുള്ളത് നമ്മുടെ കുട്ടിയുടെ ഹൈറ്റാണ്. അപ്പം അങ്ങനെ വളരെ ഒരു ഉയരമുള്ള കുട്ടിക്ക് സാധാരണഗതിയുള്ളൊരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ സ്കൂളിലെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ ചോദിച്ച് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു വരണം. അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്ഥിരമായിട്ടുള്ളൊരു വേദന, നടുവേദന, ഈ പോസ്ചറൽ ബാക്ക് ഏക്ക് നിലനിൽക്കും.